തൃശ്ശൂരിൽ വാടകയ്ക്ക് കൊടുത്ത കാറിനെ ചൊല്ലി തർക്കം. യുവാവിനെ ഇടിച്ചു വീഴ്ത്തി കുറ്റൂർ സ്വദേശി ബക്കർ. 7 കിലോമീറ്ററോളം ഉടമ ബോണറ്റിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. നാട്ടുകാർ കാർ തടഞ്ഞാണ് ഉടമയെ രക്ഷപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ ഉണ്ട്, കാണാം. ലിഷോ ഉണ്ട്. ലിഷോയ് പറയുന്നത് വ്യക്തമല്ല. വണ്ടിയുടെ ഉടമസ്ഥനാണോ ഇങ്ങനൊരു ഗതികേട് വന്നത്? അതായത് ആലുവ പ്രതികരണം കേട്ട ശേഷം അല്ലേ, ഒരു മിനിറ്റ്. എന്റെ അടുത്തുള്ള വർഷോപ്പാറ്റിന്റെ പരിചയത്തിന് പുറത്ത് ഞാൻ ആ വണ്ടി ആൾക്ക് കൊടുത്തു. പിന്നെ അതിനുശേഷം ഈ വണ്ടി തിരിച്ചരുന്നില്ല, വണ്ടി വിളിക്കുമ്പോൾ എടുക്കുന്നില്ല. അതിനുശേഷം ഈ വണ്ടി ഞാൻ തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഇയാളുടെ വീടിന്റെ അടുത്ത് വന്നപ്പോ ആ വണ്ടി അവിടെ കണ്ടില്ല. പിന്നെ റോഡിൽ വെച്ച് കണ്ടപ്പോ ഞാൻ തടഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾ എന്നെ ഇടിച്ചിട്ടിട്ട് ആ വണ്ടി കൂടി കടന്നു ശ്രമിച്ചപ്പോൾ ഞാൻ അതിന്റെ ബോണ്ടേക്ക് കയറി പിടിച്ചു. അങ്ങനെ ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം തന്നെ ആള് ഓടിച്ചുകൊണ്ടിരിക്കുകയും എരുമപ്പെട്ടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി വട്ടം വന്ന് തടയുകയും അതിനെ തുടർന്ന് വണ്ടി നിർത്തുകയും ചെയ്തു. എന്നെ കൊല്ലപ്പെടുത്താനാണ് ആൾ ശ്രമിച്ചിരുന്നത്. നാട്ടുകാർ കൂടിയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ലിഷോ, ഇത് എന്താണ്? സ്വന്തം വണ്ടി ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് അത് തിരികെ തരാതെ ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇതാണോ ഒരു ഉടമസ്ഥന്റെ അവസ്ഥ? തീർച്ചയായും ആലുവ സ്വദേശിയാണ് ഈ കാണുന്ന സോളമൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ കാറ് ഒരു തൃശ്ശൂർ കുറ്റൂർ സ്വദേശിയായ ബക്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ആ വാടകയ്ക്ക് കൊടുത്ത കാറ് പിന്നെ 1 മാസത്തോളമായി ആ കാറിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഈ കാറിൻ്റെ ലൊക്കേഷനൊക്കെ തന്നെ കൃത്യമായി കണ്ടെത്തിയതിന് ശേഷം എരുമപ്പെട്ടിയിലേക്ക് എത്തിയതായിരുന്നു ഈ കാണുന്ന ഈ വാഹനത്തിൻ്റെ ഉടമയായ സോളമനും സോളമൻ്റെ സുഹൃത്തും. അങ്ങനെ ഇവർ ഈ ബക്കറിനെ കണ്ടെത്തി എരുമപ്പെട്ടിയിൽ വെച്ച് ഈ വാഹനം തടഞ്ഞു നിർത്തി. വാഹനം തടഞ്ഞു നിർത്തിയതിന് ശേഷം ഇയാളുമായി സംസാരിച്ച് വാഹനം തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നതിനിടയിലാണ് ഈ ബക്കർ വാഹനത്തിനകത്തേക്ക് കയറുന്നതും. വാഹനത്തിനകത്തേക്ക് കയറി വാഹനം എടുത്തു പോകാനായി ശ്രമിച്ച സമയത്ത് ഈ ഉടമയായ സോളമൻ ഈ കാറിൻ്റെ മുൻപിൽ കയറി നിന്നു. മുൻപിൽ കയറി നിന്നപ്പോൾ ഈ വാഹനം കൊണ്ട് ഇടിച്ചു വീഴ്ത്താനായി ശ്രമിക്കുകയാണ് ബക്കർ ചെയ്തത്. നേരെ വാഹനം എടുത്തു പോകാനും ശ്രമിച്ചു. അപ്പോൾ കാറ് കൈവിട്ടു പോകാതിരിക്കാനായി ബോണറ്റിൽ കയറി കിടക്കുകയാണ് സോളമൻ ചെയ്തത്. ബോണറ്റിൽ കയറി പിടിച്ച് കിടക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഈ വാഹനം എടുത്തു പോവുകയും ചെയ്തു. ഏകദേശം 7 കിലോമീറ്ററിലധികം ദൂരം ഇത്തരത്തിൽ എരുമപ്പെട്ടി ഭാഗത്തേക്ക് ഈ കാർ ഓടിച്ചു പോവുകയാണ് ഉണ്ടായത്. വളരെ വേഗത്തിലാണ് ഈ കാർ ഓടിച്ചു പോയത്. ഈ കാർ ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ സോളമനുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ സോളമൻ പറയുന്നത് ഈ കാർ പോകുന്ന സമയത്ത് എന്തായാലും തനിക്ക് ജീവഹാനി സംഭവിക്കും എന്നുള്ളൊരു ഭയം ഉണ്ടായി. അതിനൊരു തെളിവ് എന്നുള്ള രീതിക്ക് ഒരു കൈ കൊണ്ട് ഈ കാറിൽ പിടിച്ചു കിടക്കുകയും മറു കൈ കൊണ്ട് മൊബൈലിൽ ഈ വീഡിയോ ചിത്രീകരിക്കുകയും അത് തൻ്റെ സുഹൃത്തിന് വാട്സപ്പിലൂടെ അയക്കുകയും ഒക്കെ തന്നെ ചെയ്തു എന്നുള്ളതാണ് ഈ സോളമൻ പറയുന്നത്. എന്തായാലും എരുമപ്പെട്ടി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഈ വാഹനം ഓടിച്ച ഈ ബക്കർ എന്ന് പറയുന്ന വ്യക്തിയും. അതിനോടൊപ്പം തന്നെ കാർ റെന്റിന് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുമായി ബന്ധപ്പെട്ടും ഒരുപക്ഷെ നിയമ നടപടികൾ ഉണ്ടാകും. എന്തായാലും ഈ കാർ ചോദിക്കാൻ ചെന്ന ഉടമയ്ക്ക് ഉണ്ടായ ഒരു അനുഭവം ഇങ്ങനെയാണ്. കാറിന്റെ ബോണറ്റിൽ കിടന്ന് വളരെ അപകടകരമായ രീതിക്കാണ് 80 കിലോമീറ്ററിലധികം സ്പീഡിലൊക്കെ ഈ പ്രധാനപ്പെട്ട റോഡിലേക്ക് എത്തിയപ്പോൾ ഈ കാർ പോയി. ഒടുവിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് എരുമപ്പെട്ടി ഭാഗത്ത് വെച്ച് ഈ വാഹനത്തിന് കുറുകെ വാഹനങ്ങളും അതുപോലെ തന്നെ ആളുകളും നിന്നുകൊണ്ട് ഈ കാർ തടഞ്ഞു നിർത്തിയത്. ഈ 7 കിലോമീറ്ററിലധികം പോകുന്ന സമയത്ത് അവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ കുറച്ച് അകലെയുള്ള ഓട്ടോക്കാരെയും മറ്റുമൊക്കെ തന്നെ വിവരം അറിയിച്ചു. അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവിടെയുള്ളവർ അറിയുന്നതും. ഇത്തരത്തിലൊരു കാറിന്റെ മുൻപിൽ ബോണറ്റിൽ കിടന്നുകൊണ്ട് ഒരാൾ വരുന്നുണ്ടെന്നും അയാൾ അപകടകരമായ രീതിക്കാണ് വരുന്നതെന്നും ഇയാളെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ഇയാൾ ഈ വാഹനത്തിൽ നിന്ന് വീണാൽ ജീവഹാനി സംഭവിക്കാൻ വരെ കാരണമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത്. അങ്ങനെയാണ് നാട്ടുകാർ ഈ വാഹനം തടയുന്നതും പിന്നീട് ഈ ബക്കറിനെ ഉൾപ്പെടെ പോലീസിലേക്ക് ഏൽപ്പിക്കുന്നതും. ശരി, ഇതാണ് ദൃശ്യങ്ങൾ. സ്വന്തം കാർ തിരിച്ചു പിടിക്കാൻ ചെന്ന ഉടമസ്ഥന്റെ അവസ്ഥയാണ് ഈ കണ്ടത്. എന്തായാലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്.